തൃശൂർ തൊഴിൽ പൂരത്തിൽ ഇതുവരെ 1246 പേർക്ക് തൊഴിൽ ഓഫർ ലഭിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. അടുത്ത മാസം തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന തൊഴിൽ പൂരത്തിൽ പ്രത്യേക അഭിമുഖങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ കുടിവെള്ള നിരക്ക് കൂട്ടാൻ വീണ്ടും നീക്കം. പ്രതിപക്ഷ കൌൺസിലർമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ച അജണ്ടയാണ് അടുത്ത കൌൺസിൽ യോഗത്തിൽ കൊണ്ടുവരാൻ നീക്കം നടത്തുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് പരാതി. മുനക്കക്കടവിൽ നിരോധിച്ച വല ഉപയോഗിച്ച് വീണ്ടും മത്സ്യബന്ധനം. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. തൃശൂർ പൂരം ഘടകപൂരങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ധനസഹായം തിങ്കളാഴ്ച വിതരണം ചെയ്യും. തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. വൈശാഖ പുണ്യകാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കണമെന്നും അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. തൃശൂർ തൊഴിൽ പൂരത്തിൽ ഇതുവരെ 1246 പേർക്ക് തൊഴിൽ ഓഫർ ലഭിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാമവർമ്മപുരത്ത് നടന്ന തൊഴിൽ മേളയിൽ 4330 തൊഴിലന്വേഷകരാണ് പങ്കെടുത്തത്. ഇവരിൽ 1246 പേർക്ക് ഓഫർ ലെറ്റർ ലഭിച്ചതിനു പുറമെ 2636 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേളയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളിൽ തൊഴിൽ ലഭിക്കാത്തവരെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെയും ഉൾപ്പെടുത്തി മെയ് 18 മുതൽ 24 വരെ തൃശൂർ കോർപ്പറേഷന്റെ തൊഴിൽ പൂരത്തിൽ പ്രത്യേക അഭിമുഖങ്ങൾ ഒരുക്കുന്നതായും മന്ത്രി പറഞ്ഞു. തൊഴിൽ മേളയുടെ ഭാഗമായി നടത്തിയ വിർച്വൽ മേളയിലും ഓൺലൈൻ അഭിമുഖങ്ങളിലും ഒക്കെയായി ഏതാണ്ട് 1246 ആൾക്ക് പിന്നെ ഓഫർ ലെറ്റർ നേരിട്ട് ലഭിച്ചു എന്നതോടൊപ്പം തന്നെ 2636 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു വലിയ ചരിത്ര സംഭവമാണ്. ഒറ്റ മേളയിൽ ഏതാണ്ട് 4000-ഓളം ആളുകൾക്ക് ഒരുമിച്ച് തൊഴിൽ ലഭ്യമാകുന്നതിൻ്റെ ഒരു പൊതു ആവേശം ഉണ്ടായി. 1246 ആളുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്പോട്ടിൽ തന്നെ ജോലി ലഭ്യമായി. ഇനി 2636 ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകും എന്നാണ് എൻ്റെ ധാരണ. മെയ് 3-ാം വാരത്തിൽ പ്രാദേശിക ജോലികൾക്ക് വേണ്ടിയുള്ള ചെറുമേളകൾ അതത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. ജില്ലയിൽ 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡോക്ടർ പി സരീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ കുടിവെള്ള നിരക്ക് കൂട്ടാൻ വീണ്ടും നീക്കം. ജനങ്ങൾക്ക് കുടിവെള്ളം നേരിട്ട് നൽകുന്ന കേരളത്തിലെ ഏക തദ്ദേശ സ്ഥാപനമായ തൃശൂർ കോർപ്പറേഷനാണ് കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം നടത്തുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് നേരത്തെ മാറ്റിവെച്ച കുടിവെള്ള നിരക്ക് കൂട്ടുന്ന അജണ്ട ഓഡിറ്റ് പരാമർശത്തിന്റെ മറപിടിച്ച് വീണ്ടും അടുത്ത കൗൺസിലിൽ കൊണ്ടുവന്ന് പാസാക്കാനാണ് നീക്കം നടക്കുന്നത്. കോർപ്പറേഷനിലെ കുടിവെള്ള നിരക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ നിരക്കിന് ആനുപാതികമായി ഉയർത്തണമെന്ന ഓഡിറ്റ് പരാമർശം നിയമപരമായി കൗൺസിലിന് ബാധ്യതയല്ല. ഇക്കാര്യത്തിൽ കൗൺസിൽ കൈക്കൊള്ളുന്ന തീരുമാനത്തിനാണ് നിയമസാധ്യതയുള്ളത്. നിലവിൽ കേരളത്തിൽ കുടിവെള്ള നിരക്ക് നിശ്ചയിക്കുന്നതിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മോഡൽ മാതൃകയിൽ വില നിശ്ചയിക്കാൻ ഇപ്പോൾ സ്വതന്ത്ര കമ്മീഷനോ മാർഗനിർദ്ദേശങ്ങളോ ഇല്ല. കുടിവെള്ളം ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. അമൃത് ജൽ ജീവൻ പോലുള്ള കുടിവെള്ള പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. മേയർ നടത്തുന്ന നീക്കം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ നിലവിൽ ജനങ്ങളിൽ നിന്ന് അധിക നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്നത്. ഇതിനു പുറമെ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കുടിവെള്ളത്തിന്റെ പേരിൽ അധിക നിരക്ക് ഈടാക്കാനുള്ള പുതിയ അജണ്ടയുമായാണ് അടുത്ത കൗൺസിലിൽ കോർപ്പറേഷൻ മുന്നോട്ട് വരുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അധിക നിരക്ക് ജനങ്ങളിൽ നിന്ന് കുടിവെള്ളത്തിന്റെ പേരിൽ ഈടാക്കുന്നത് ആ നയത്തിന് പ്രതിപക്ഷം എതിരാണ്. നേരത്തെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്
മൂലം മാറ്റിവെച്ച അജണ്ടയുമായിട്ടാണ് വീണ്ടും അവർ കടന്നു വരുന്നത്. ഇവരുടെ അധികാര ദൂരത്തിന്റെ ഭാഗമായി, ഇവരുടെ സാമ്പത്തിക ചെലവിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് പണം കണ്ടെത്താനുള്ള മാർഗമാണ് കുടിവെള്ള നിരക്കിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് അധിക നിരക്ക് ഈടാക്കാനുള്ള അവരുടെ നീക്കം. ഇത് അനുവദിക്കില്ല. കുടിവെള്ള നിരക്ക് കൂട്ടി ജനങ്ങൾക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ നിലവിലുള്ള ജലനഷ്ടം, മോഷണം, അനധികൃത കണക്ഷൻ എന്നിവ കണ്ടെത്തി ഇല്ലാതാക്കുകയാണ് വേണ്ടത്. കോർപ്പറേഷന്റെ അനാവശ്യമായ സാമ്പത്തിക ദൂരത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വെള്ളക്കരം കൂട്ടി അധിക പണം കണ്ടെത്തുന്നതെന്ന് ജോൺ ഡാനിയേൽ ചൂണ്ടിക്കാട്ടി. TC വിനോസ്, തൃശൂർ. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനും തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസയുമാണ് പിടിയിലായത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവുമായി പിടിയിലായത്. ഇവരിൽ നിന്ന് 1.5 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഇരുവരും വർഷങ്ങളായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് എക്സൈസിനോട് സമ്മതിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംവിധായകർ കഞ്ചാവുമായി പിടിയിലായത്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സംവിധായകർ കഞ്ചാവുമായി പിടിയിലാകുന്നത്. സംവിധായകനും ഛായാഗ്രാഹകനുമായി സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫ്ളാറ്റ്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കി. അതേസമയം അറസ്റ്റിലായ സംവിധായകരെ സസ്പെൻഡ് ചെയ്യാൻ ഡയറക്ടേഴ്സ് യൂണിയന് ഫെഫ്ക നിർദ്ദേശം നൽകി. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാനായി എക്സൈസ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടിനെ കുറിച്ചായിരിക്കും പ്രധാനമായും ചോദിച്ചറിയുക. സിനിമാ സെറ്റുകളിൽ ലഹരി ഇടപാട് നടന്നോ എന്നാണ് സംശയം. കേസിൽ പങ്കുണ്ടെന്ന് കണ്ടാൽ താരങ്ങളെയും പ്രതി ചേർക്കും. ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയായിരിക്കും ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുക. മുനക്കക്കടവ് നിരോധിച്ച വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിലൂടെ പിടികൂടി. പിഴ ചുമത്തുകയും ചെയ്തു. മുനമ്പം പള്ളിപ്പുറം സ്വദേശി കോട്ടപ്പറമ്പിൽ വീട്ടിൽ സെബാസ്റ്റ്യന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ട് തീരത്തോട് ചേർന്ന് കണ്ണിവലുപ്പം കുറഞ്ഞ വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംയുക്ത സംഘം പിടിച്ചെടുക്കുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് 7,900 രൂപ ട്രഷറിയിൽ അടച്ചു. കോസ്റ്റൽ SIമാരായ സുമേഷ് ലാൽ, ലോഫി രാജ്, KB ജലീൽ, ASI PM ജോസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർ VM ഷൈബു തുടങ്ങിയവർ പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ പൂരം ഘടകപൂരങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ധനസഹായ വിതരണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് തൃശൂർ നീരാഞ്ജലി ഹാളിൽ മന്ത്രി R ബിന്ദു നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. MLA P ബാലചന്ദ്രൻ, ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ദേവസ്വം ഓഫീസർമാർ, ഘടകപൂരാഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. പാറമേക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹിന്ദു മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്വാമി ശിവപ്രകാശാനന്ദ സരസ്വതി, സ്വാമി വിവിക്താനന്ദ സരസ്വതി എന്നിവരെ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, തെക്കേമഠം മാനേജർ വടക്കുമാട്ട് നാരായണൻ എന്നിവർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് ബംഗളൂരു വിഭു ഫൗണ്ടേഷൻ സ്വാമി ശിവപ്രകാശാനന്ദ സരസ്വതി സന്ദേശം നൽകി. കുംഭമേളയിൽ പങ്കെടുത്ത തീർത്ഥകരെയും സനാതനധർമ്മ പ്രചാരണം നടത്തുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. മേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര സ്വരാജ് റൗണ്ടിലൂടെ വടക്കുംനാഥ ക്ഷേത്രം വഴി തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. സന്യാസി ശ്രേഷ്ഠരും സാമുദായിക സംഘടനാ നേതാക്കളും വിവിധ ക്ഷേത്രം ഭാരവാഹികളും ഘോഷയാത്രയിൽ അണിനിരന്നു. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക, സമൂഹത്തിൽ മൂല്യവിതരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പാഞ്ചജന്യം ഭാരതം തൃശ്ശൂർ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം തിങ്കളാഴ്ച ശ്രീശങ്കര ഹാളിലാണ് നടക്കുന്നത്.
ഭൂമിയുടെ നാടായ വിഷ്ണുബേബി ഏപ്രിൽ 27 വൈശാഖ പുണ്യകാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 28 മുതൽ മെയ് 26 വരെയാണ് വൈശാഖം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസം. മേടമാസത്തിലെ കറുത്തവാവിന്റെ പിറ്റേന്ന് പ്രഥമ മുതൽ ഇടവത്തിലെ അമാവാസി വരെയുള്ള ചാന്ദ്രമാസമാണ് വൈശാഖം. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമ ജപം, ദാനം നൽകൽ എന്നിവയാണ് വൈശാഖത്തിന്റെ പ്രത്യേകത. ബലരാമ ജയന്തി, പരശുരാമ ജയന്തി, ശ്രീശങ്കര ജയന്തി, ദത്താത്രേയ ജയന്തി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ എന്നീ വിശേഷ ദിനങ്ങൾ വൈശാഖത്തിലാണ്. വൈശാഖമാസം വിഷ്ണുവിനെ പൂജിച്ചാൽ വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കാലയളവാണിത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈശാഖ ആരംഭ ദിനത്തിൽ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവം നടത്തും. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ഏപ്രിൽ 30-നാണ്. ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളായ ക്ഷേത്രം കഴകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത്, നെയ്വിളക്ക് എന്നിവയും ഉണ്ടാകും. രാവിലെയും ഉച്ചകഴിഞ്ഞും മേളത്തോടെ കാഴ്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ട്. വൈശാഖം സമാപിക്കുന്നതുവരെ ദിവസവും സന്ധ്യയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തിപ്രഭാഷണവും ഉണ്ടാകും. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാമത് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അരിമ്പൂരിൽ നടന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേരളത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് AKTA എന്ന സംഘടനയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമാണെന്ന് മന്ത്രി പറഞ്ഞു. AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു അധ്യക്ഷത വഹിച്ചു. കുന്നത്തങ്ങാടിയിൽ നിന്ന് അരിമ്പൂരിലേക്ക് നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് തയ്യൽ തൊഴിലാളികൾ പങ്കെടുത്തു. ജില്ലാ നേതാക്കളായ ജോസ് തേറാട്ടിൽ, KA ജോയ്, പീതാംബരൻ ഇയാനി, ഷൈല ജോയ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ, ട്രഷറർ PM പുഷ്പകുമാരി, സംസ്ഥാന സെക്രട്ടറി G സജീവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ഷാജി, അമ്മിണി കുമാരൻ, ജലജ അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അറിവിന്റെ കേന്ദ്രങ്ങളാണ് അവകാശ സമരത്തിന്റെ തീജ്വാലയായി മാറിയിട്ടുള്ളതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീം. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ 25ാം വാർഷികാഘോഷം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശ സംരക്ഷണത്തെ വിവരാവകാശവുമായി ബന്ധിപ്പിക്കുന്നത് പുതിയ ആശയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചാലക്കുടി ഹോളി ഫാമിലി ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് MG ബാബു, അഡ്വക്കേറ്റ് CB ബിനു എന്നിവർ സംസാരിച്ചു. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ വിവരാവകാശ നിയമത്തിന്റെ പ്രയോഗ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രൊഫസർ KB വേണുഗോപാൽ മോഡറേറ്ററായി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ P മോഹനദാസ്, ജോസഫ് C മാത്യു, അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, അഡ്വക്കേറ്റ് R മുരളീധരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കർഷകരുടെ മുഴുവൻ കാർഷിക വായ്പകളും എഴുതിത്തള്ളണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. HMS ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ തൊഴിൽ മേഖല വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. HMS ജില്ലാ പ്രസിഡന്റ് IA റപ്പായി അധ്യക്ഷത വഹിച്ചു. HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് OP ശങ്കരൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, അജി ഫ്രാൻസിസ്, ഷീബ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് സിൽവർ റെസിഡൻസ് ബാറിന് സമീപം യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് കണ്ണോത്ത് വീട്ടിൽ അമ്പാടി, പഴച്ചോട് ആനക്കത്തിൽ വീട്ടിൽ സുധീഷ് എന്നിവരെ സംഘമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ മണലൂർ വേളോത്ത് വീട്ടിൽ വിഷസ്, അന്തിക്കാട് നടുപ്പറമ്പിൽ വീട്ടിൽ പ്രത്യൂഷ്, കാഞ്ഞാണി ചുള്ളിയിൽ വീട്ടിൽ വിഷ്ണു, കാഞ്ഞാണി തണ്ടാശ്ശേരി വീട്ടിൽ ആനന്ദൻ എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, ASI അബ്ദുൽ നാസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൾ, സിവിൽ പോലീസ് ഓഫീസർ അനൂപ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. കാക്കാത്തിരുത്തി ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ തെങ്ങ് വീണു.
കയ്പമംഗലം അറവുശാലയിൽ മരം വീടിന് മുകളിൽ വീണ് നാശനഷ്ടമുണ്ടായി. കയ്പമംഗലം പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രന്റെ വീടിന് മുകളിലാണ് സമീപത്തെ പറമ്പിലെ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണത്. വീടിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. മതിലകത്ത് വീട്ടിൽ അബ്ദുവിന്റെ വീട്ടിലെ മരവും ശക്തമായ കാറ്റിൽ വീണു. നെല്ലായിയിൽ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊളത്തൂർ വെള്ളാനി വീട്ടിൽ ഗിരിജനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത നെല്ലായിയിലായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകരയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മറ്റത്തൂർക്കുന്ന് കരിമ്പനയ്ക്കൽ ലതീഷിന്റെ മകൻ 20 വയസ്സുള്ള ആരവ് കൃഷ്ണനാണ് മരിച്ചത്. 2 മാസം മുൻപായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഇനി തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ആചാരങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്ന തൃശൂർ പൂരത്തിൽ മുടങ്ങിപ്പോയ ഒരു ചടങ്ങുണ്ട്. അതാണ് കോലോത്തും പൂരം. കൊച്ചി രാജാവിന്റെ കോവിലകത്ത് പൂരപ്പങ്കാളികളായ 10 ദേവീദേവന്മാരും പറയെടുപ്പിനായി എത്തുന്നതായിരുന്നു കോവിലകത്തും പൂരമെന്ന കോലോത്തും പൂരം. കൊച്ചി രാജാവിന്റെ കോവിലകം ഇന്നും തൃശൂരിലുണ്ട്. പക്ഷേ കോവിലകത്തെ പൂരം ഇപ്പോഴില്ല. തൃശൂർ പൂരത്തിലെ പങ്കാളികളായ 10 ദേവീദേവന്മാരും പൂരത്തിന് ഒരു നാൾ മുമ്പ് ഈ കോവിലകത്തെത്തി പറയെടുക്കുമായിരുന്നു. അതായിരുന്നു കോവിലകത്തും പൂരം. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതായിരുന്നു പൂരമെന്ന് പറയപ്പെടുന്നു. ഈ പൂരം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അത്രേ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നിരുന്നത്. രാജഭരണകാലം അവസാനിച്ചതോടെ കോവിലകത്തെ പൂരം ഓർമ്മയായി. കൊട്ടാരം ഇപ്പോൾ പുരാവകുപ്പിന്റെ മ്യൂസിയമാണ്. തൃശൂർ പൂരത്തിനല്ലാതെ ഈ ദേവീദേവന്മാരെല്ലാം പിന്നീട് ഒത്തുകൂടുക ശിവരാത്രിക്കാണ്. ശിവരാത്രി നാളിൽ വടക്കുന്നാഥന്റെ സന്നിധിയിൽ. അപ്പോൾ അശോകേശ്വരം തേവരും ഉണ്ടാകും എന്ന പ്രത്യേകതയുമുണ്ട്. പൂരത്തിനെ ആതിഥേയത്വം വഹിച്ച വടക്കുന്നാഥനോട് നന്ദി പറയാനാണ് ദേവീദേവന്മാർ ശിവരാത്രി നാളിൽ എത്തുന്നതെന്നാണ് വിശ്വാസം. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ബാർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ ബാർ ക്രിക്കറ്റ് ടൂർണമെന്റിന് തൃശൂർ കേരളോർമ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് PM മനോജ്, KV ജയകുമാർ എന്നിവർ ചേർന്ന് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്മശ്രീ IM വിജയൻ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജില്ലാ ജഡ്ജി T മധുസൂദനൻ, തൃശൂർ കുടുംബക്കോടതി ജഡ്ജി TP അനിൽ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് ജനീഷ് ജോസ്, അഡ്വക്കേറ്റ് സത്യജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ബാർ അസോസിയേഷനുകളിൽ നിന്നുള്ള 16 പുരുഷ ടീമുകളും 8 വനിതാ ടീമുകളുമാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് 11 കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ടീമിനെ 6 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യ ദിനം നടന്ന വനിതാ ടീം മത്സരത്തിൽ തിരുവനന്തപുരം, തലശ്ശേരി, തൃശൂർ, ചാവക്കാട് ടീമുകൾ വിജയിച്ചു. മെയ് 3 ടൂർണമെന്റ് സമാപിക്കും. തിരുവല്ലുവാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ചരിത്രപ്രസിദ്ധമായ കാട്ടുകുളം പരിസരം പൂന്തോട്ടങ്ങളും ഫലവൃക്ഷാദികളും വെച്ചുപിടിപ്പിച്ച് ഹരിതാഭമാക്കിയിരിക്കുകയാണ് തിരുവല്ലുവാമല പഞ്ചായത്ത്. പ്രദേശവാസികൾ കുളിക്കാനും തുണിയലക്കാനും മറ്റാവശ്യങ്ങൾക്കും ഈ കുളത്തെയാണ് ആശ്രയിക്കുന്നത്. തിരുവല്ലുവാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഈ കുളം ഏറെ ഉപകാരപ്രദമാണ്.
ഇതിനു മുന്നിലായി ബസ് സ്റ്റോപ്പിന് സമീപം പുറമ്പോക്കിൽ 2 ഉപയോഗശൂന്യമായ പെട്ടിക്കടകളും നീക്കം ചെയ്ത് സ്നേഹാരാമം എന്ന പേരിൽ പൂന്തോട്ടവും ഫലവൃക്ഷങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലോമല പഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം സ്വകാര്യ സംരംഭകനായ നൌഫൽ ആനമലയാണ് സ്നേഹാരാമം ഒരുക്കിയത്. സായാഹ്നം ചിലവഴിക്കാൻ പൊതുജനങ്ങൾക്ക് നല്ലൊരു വിശ്രമ കേന്ദ്രം കൂടിയാക്കി മാറ്റിയിട്ടുണ്ട്. പൊളിഞ്ഞുകിടന്ന പെട്ടിക്കടകളുടെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു ഇവിടം. ഈ പദ്ധതി നടപ്പിലാക്കിയതോടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാനും അതോടൊപ്പം ഗ്രീൻ സിറ്റി എന്ന ആശയം നടപ്പിലാക്കാനും തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. പൈതൃക ഗ്രാമമായ തിരുവല്ലോമലയിൽ ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങൾ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന ആശയത്തിൽ സ്നേഹാരാമം പൂന്തോട്ടങ്ങളാക്കി മാറ്റി പവിത്ര ഗ്രാമമാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ TCBയോട് പറഞ്ഞു. തിരുവല്ലാമലയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു കുളമാണ്. അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പൂന്തോട്ടം ഒരുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം തിരുവല്ലാമല സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റു ആളുകളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. അതിന് മുൻവശം ഇത്രയേറെ ഭംഗിയായി നിലനിർത്താൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. TCB ന്യൂസ് തിരുവല്ലോമല. തന്റെ കറുപ്പിനെ പറ്റിയും ശരീരത്തെ പറ്റിയും പറഞ്ഞ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കളിയാക്കുന്നുണ്ടെന്ന് കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ RLV രാമകൃഷ്ണൻ. മുള്ളൂർക്കര ഇരുന്നിലംകോട് പ്രവർത്തിക്കുന്ന ജനകീയ വായനശാലയുടെ 61ാമത് വാർഷികവും സാംസ്കാരിക സമ്മേളനവും ആദരണ ചടങ്ങും ഫോട്ടോ അനാച്ഛാദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ VT സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ലഹരി വിരുദ്ധ പ്രചാരണത്തിന് വേൾഡ് റെക്കോർഡ് നേടിയ രതീഷ് വരവൂർ, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, PT അനീഷ് കുമാർ, PK മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാമകൃഷ്ണൻ ജ്യേഷ്ഠൻ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ഗാനവും ആലപിച്ചു. പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. അന്തിക്കാട് മാങ്ങാട്ടുകര സ്വദേശി വെളുത്തേടത്ത് വീട്ടിൽ രാമചന്ദ്രനെ വീടിന് മുന്നിലെത്തി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. മാങ്ങാട്ടുകര സ്വദേശി വട്ടുകുളം വീട്ടിൽ പ്രശാന്തനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രശാന്തിനെതിരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളും അശ്രദ്ധമായി വാഹനമോടിച്ച് മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കുണ്ടാക്കിയ മറ്റൊരു കേസും നിലവിലുണ്ട്. കോടതി ഉത്തരവ് ലംഘിച്ച് ആളൂർ വെള്ളയനാട് സ്വദേശിനിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി അറസ്റ്റിൽ. കൊറ്റനെല്ലൂർ കരുവാപ്പടി സ്വദേശി കനംകുടം വീട്ടിൽ ഗ്രീനിഷിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി JFCM കോടതിയുടെ ഉത്തരവ് ലംഘിച്ച പ്രതി വെള്ളയനാട് സ്വദേശിനിയുടെ വീടിന്റെ അടുക്കളയുടെ ഗ്രില്ല് പൊളിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റിലായത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ തൊഴിൽ പൂരത്തിൽ ഇതുവരെ 1,246 പേർക്ക് തൊഴിൽ ഓഫർ ലഭിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. അടുത്ത മാസം തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന തൊഴിൽ പൂരത്തിൽ പ്രത്യേക അഭിമുഖങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ കുടിവെള്ള നിരക്ക് കൂട്ടാൻ വീണ്ടും നീക്കം. പ്രതിപക്ഷ കൌൺസിലർമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ച അജണ്ടയാണ് അടുത്ത കൌൺസിൽ യോഗത്തിൽ കൊണ്ടുവരാൻ നീക്കം നടത്തുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് പരാതി. മുനക്കക്കടവിൽ നിരോധിച്ച വല ഉപയോഗിച്ച് വീണ്ടും മത്സ്യബന്ധനം. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. തൃശൂർ പൂരം ഘടകപൂരങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ധനസഹായം തിങ്കളാഴ്ച വിതരണം ചെയ്യും. തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. വൈശാഖ പുണ്യകാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ.
തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കണമെന്നും അസോസിയേഷൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.